ഹായ് നമസ്കാരം. ടെറക്കാവി റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മന്ത് അടുത്ത ഫുൾ മൂൺ വരുന്നവരെ, പൗർണമി വരുന്നവരെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്, ഡിവൈൻ്റെ എന്തെങ്കിലും ഗൈഡൻസോ മെസ്സേജോ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ച് ഒരുപാട് സന്തോഷമായിരുന്നു. ഇത് ടൈംലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ആവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. കാരണം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നല്ലോ എന്ന് അറിയുമ്പം എനിക്ക് കുറച്ചുകൂടി എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും നിങ്ങൾക്ക് വരുന്ന ഈ റീഡിങ്ങിൽ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് കാർഡ് നോക്കാം. ഫസ്റ്റ് കാർഡ് എംപററാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. Ace of Cups. Nine of Wands. അടുത്തത് Eight of Swords വന്നിട്ടുണ്ട്. Two of Swords, Temperance, Two of Wands, Chariot. ബോട്ടം വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ബോട്ടം ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ് എടുത്തിട്ട് ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് ജസ്റ്റിസ് കിട്ടുമെന്നാണ്. നിങ്ങളുടെ പാസ്റ്റിൽ അനുഭവിച്ച കാർമിക്കൊക്കെ മാറിയിട്ട് അതിനൊക്കെ ഒരു എൻഡിങ് ആണ്. അപ്പോൾ ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് ജസ്റ്റിസ് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ഒരു കർമ്മങ്ങൾക്കൊക്കെ ഫലം കിട്ടുന്ന സമയമാണ് ഈ ഒരു മാസം. അത് ശരിക്കൊരു പോസിറ്റീവായ കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം അത്രയും കാർഡ് കാണുമ്പോൾ അറിയാം നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കൂടുതലും കാണിക്കുന്നത്. കാരണം ചിലപ്പോൾ നേരത്തെ പാസ്റ്റിൽ നിങ്ങളുടെ എന്തെങ്കിലും ഓരോ വ്യക്തികളുടെ ഇമോഷണലായ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് ശരിയല്ലെന്ന് കേട്ടാൽ പോലും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കും. എന്താണോ ശരി, നീതിയുടെ കൂടെ ആ ഒരു നീതി എന്താണോ ശരി നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ തീരുമാനം അതിൽ അറിയിക്കുകയും ചെയ്യുക ഒരു ശരിയായ കാര്യം. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു മാസം കർമ്മഫലം കിട്ടുന്നുണ്ട് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന്. നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ജസ്റ്റിസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എംപററാണ് ഫസ്റ്റ് വന്ന കാർഡ്. എംപറർ വന്നിരിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ അധികാരം, സപ്പോർട്ട്, സ്നേഹം, പൈസ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ഒരു മാസം. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ ഒരു ജോലി തിരിച്ചു കിട്ടുന്നു. അതല്ല ജോലിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതിൽ നിന്ന് ഒരു അതോറിറ്റി കിട്ടുന്ന എനർജിയാണ് കൂടുതലും കാണിക്കുന്നത്. ആ ഒരു വിഷമങ്ങളൊക്കെ മാറി എല്ലാവരും ഒന്ന് അംഗീകരിക്കും, റെസ്പെക്റ്റ് കിട്ടുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതെല്ലാം എന്തെങ്കിലും സാലറി കൂട്ടിക്കിട്ടാൻ അതൊക്കെ ഒരു തടസ്സമായിട്ട് നിന്നിരുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസം അതൊക്കെ അനുകൂലമായി കിട്ടും.
പിന്നെ ഫിനാൻഷ്യലി ഒക്കെ എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒരു പൈസപരമായിട്ടായാലും ജോലിപരമായിട്ടായാലും എല്ലാം റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ഒരു മാസം. എംപറർ വന്നിരിക്കുന്നു, ഫസ്റ്റ് കാർഡ് എംപറർ വന്നിരിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റിസും വന്നു. അപ്പം നിങ്ങൾക്ക് ഡിവൈനായിട്ട് തന്നെ അനുഗ്രഹിച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തന്നേക്കുവാണ്. എന്തായാലും ജോലി ചെയ്യുന്നിടത്തായാലും ഇനിയും വീട്ടിലാണെങ്കിലും ഒക്കെ ഏതായാലും ഒരു റെസ്പെക്റ്റ് തരുന്ന സമയമാണ് ഈ ഒരു മന്ത്. നിങ്ങൾക്ക് ജോലി അഥവാ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചെടുക്കും, അവർ വിളിക്കും. അത്രയും നിങ്ങളെ തള്ളിപ്പറഞ്ഞവരൊക്കെ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ തിരിച്ചെടുക്കുന്ന, ജോലിയിലാണെങ്കിൽ തിരിച്ചെടുക്കും. അതല്ല നിങ്ങളെ ലൈഫിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങൾക്കൊരു അംഗീകാരം തരുന്ന ഒരു എനർജിയാണ് ഈ ഒരു മാസം. പിന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പാസ്റ്റിലുള്ള ഏതോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, ഒന്നീ അതൊരു വ്യക്തിയാവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമാവാം, ആ ഒരു കാര്യം തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 9 of Wands ആണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരുന്നെങ്കിൽ, ഒരുപാട് ഭയപ്പെട്ടിരുന്നെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് എത്തുന്ന എനർജിയാണ് കാണിക്കുന്നത്. എന്തായാലും 9 of Wands വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 8 of Swords, 2 of Swords ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചില നെഗറ്റീവായ ചിന്തകളോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതിലൊക്കെ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായ ആ ഒരു എന്താണോ ലക്ഷ്യം വെച്ചേക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അങ്ങനെ അത് നേടുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ആ ഒരു കൺഫ്യൂഷനും മാറ്റി, ഭയമൊക്കെ ഉള്ളിൽ നിന്ന് മാറ്റി, നെഗറ്റീവായിട്ട് തോന്നുന്ന എന്തൊക്കെയായിരുന്നു ഒരു, നമ്മളിപ്പം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള എനർജിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആ ഒരു കാര്യം നേടുന്ന എനർജിയാണ്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ടുണ്ട് ഈ ടൈമിൽ. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾക്ക് ആ ഒരു ഭാഗത്തുനിന്ന്, ആൻസിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടോടുകൂടി നിങ്ങളെ നയിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. 2 of Swordsഉം 2 of Wandsഉം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിള് ഒക്കെ മാറ്റി വെച്ച്, എന്നുവെച്ചാൽ ഭയന്നിരുന്നെങ്കിൽ, കൺഫ്യൂഷൻ ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു മാസം. കാരണം നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ച്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആ ഒരു തീരുമാനം ഫേസ് ചെയ്യാൻ, എന്താണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് നേരിടാൻ തന്നെ തയ്യാറായി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. കാരണം അത്ര നിങ്ങൾ ഈ ഒരു മാസം നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ ആയാലും ആൻസിസ്റ്റേഴ്സിൻ്റെ ആയാലും നിങ്ങളുടെ ഒരു കുടുംബദേവത എന്നൊക്കെ പറഞ്ഞ ആ ഒരു ദൈവികമായ ശരിക്കൊരു കണക്ഷനുണ്ട്, നിങ്ങളെ നയിക്കുന്നുണ്ട് മുമ്പോട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ കേസ് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. കോടതിയിൽ കേസ് എന്തെങ്കിലും നടക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ഡിവൈൻ്റെ ഭാഗത്തുനിന്ന്, ഡിവൈൻ്റെ ആ ഒരു കോടതിയിൽ നിങ്ങൾക്കാണ് നീതി ലഭിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാതെ, നിങ്ങളെ വിശ്വസിക്കാതെ, നിങ്ങളെ എപ്പോഴും തള്ളിപ്പറയുന്ന ആൾക്കാരൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് വാല്യൂ തരും. നിങ്ങൾക്ക് ആ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളെ വിശ്വസിക്കുക എല്ലാവരും. അത്ര ഒരു എനർജിയാണ് ഈ മാസം കാണിക്കുന്നത്. പിന്നെ ചാരിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കുകൾ സത്യമാണെന്നും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും എല്ലാവരും മനസ്സിലാക്കുന്ന സമയമാണ്. അത്രയും നിങ്ങൾ നല്ലൊരു ബോൾഡായിരിക്കും ഈ ഒരു മന്ത്. നിങ്ങളുടെ മനോധൈര്യത്തിലൂടെ മുമ്പോട്ട് പോയി നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കുന്ന എനർജിയാണ് കൂടുതലും കാണിക്കുന്നത്. ഈ ചാരിറ്റിൻ്റെ ഒരു എനർജി അതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഫലം ലഭിക്കും. നിങ്ങൾ ആരൊക്കെ മത്സരിക്കാൻ നിങ്ങളോട് നിന്നാലും നിങ്ങൾ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി അതിന് വിജയം നേടിയേ നിങ്ങൾ ഇരിക്കുക. അത്ര ഒരു പവറായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മന്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിപ്പോലും നിങ്ങളത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക ആ ഒരു വ്യക്തിയോട്. നേരത്തെ ഭയന്നൊക്കെ ഇരിക്കും, എല്ലാവരോടും പറഞ്ഞാലും അവർ അത് അംഗീകരിക്കാത്ത സമയമാണെങ്കിലും ഈ ഒരു മാസം
നിങ്ങൾക്കായിരിക്കും എല്ലാവരും പ്രാധാന്യം തരുന്നത്. കാരണം നിങ്ങളുടെ വാക്കുകൾക്കായിരിക്കും അത്രയും ഒരു സത്യം നിലനിർത്തിയായിരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്ന ഈ ഒരു മാസം. സത്യത്തെ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം തരും, നിങ്ങൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത്. ഇത് ടെമ്പറൻസ് വന്നേക്കുന്നുണ്ട്. ബാലൻസ് ആവുന്നുണ്ട് നിങ്ങൾ നന്നായിട്ടത്. ബാലൻസിൻ്റെ എനർജിയാണ് ടെമ്പറൻസ്. നിങ്ങളൊരു ഈ ജഡ്ജ്മെൻറ്റും വന്ന് ടെമ്പറൻസ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്പിരിച്വൽ അവേക്കണിങ് ടൈമാണ്. വളരെ സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. ഈ ഒരു മാസം നിങ്ങൾ ശരിക്കും ഒരു സന്തോഷത്തോടായിരിക്കും. ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും. എന്തെങ്കിലും വലിയ വലിയ വിഷമങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ നിങ്ങളെ ഡിവൈൻ രക്ഷിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു മാസമായിരിക്കും ഇത്. ഡിവൈൻ്റെ കണക്ഷൻ നിങ്ങളിലുണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുണ്ടെന്ന് തോന്നുന്ന, അതിൽ കൂടുതൽ വിശ്വസിക്കുകയും ആ ഒരു ദൈവികമായ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത്. ചാരിറ്റി വന്നേക്കുന്ന അറിയാലോ, നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങൾ പോയി വിജയം നേടുന്ന എനർജിയാണ്. അപ്പം എന്ത് കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അതിൽ വിജയം നേടാനും ഒക്കെ സാധിക്കും. അത്രയും കഴിവുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ നേടാൻ നിങ്ങൾ മുമ്പോട്ട് പോവുക. കൺഫ്യൂഷൻ ആവാതിരിക്കുക. കൺഫ്യൂഷൻ ആവാതെ നിങ്ങളുടെ ഡിവൈൻ്റെ ആ ഒരു ആൻസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ബ്ലെസ്സിങ്സ് നന്നായിട്ടുണ്ട്. കൺഫ്യൂഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങളെ നയിക്കാൻ അവർ മുൻപിലുണ്ട്. കാരണം അത്രയും സപ്പോർട്ടാണ് ഈ ഒരു മന്ത്. കുടുംബദേവതയുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിച്ചിരുന്നത്, അത് റിലേഷൻഷിപ്പിലായാലും ജോലിപരമായിട്ടായാലും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നേടാൻ അതൊക്കെ നേടാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. എംപറർ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും നിങ്ങൾക്ക് എല്ലാം നേടിയ ഒരു എംപററിനെ പോലെ ആ ഒരു പവറിലിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു എംപററിൻ്റെ പവറുണ്ട് എന്ന് വെച്ചാൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അട്രാക്റ്റ് ആവും. എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയിരിക്കും. അത്രയും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. സക്സസ്സിലൂടെ മാത്രം മുമ്പോട്ട് പോകും. കാരണം അത്രയും കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മാസം. ഇപ്പം എല്ലാം ഇതൊക്കെയാണ് നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് റെസിനേറ്റ് ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പാസിൽ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളും ഇത് ഡിവൈനെ നിലനിർത്തി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു മാസമാണിത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ അവർ മറ്റുള്ളവരുടെ ഭാഗത്ത് ന്യായം ഇല്ല എന്ന് കണ്ടാൽ പോലും നിങ്ങൾ ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുമായിരിക്കും. അത് ആ ഒരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു മാസം നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കും. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവർ തെറ്റിയത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന എനർജിയൊക്കെ ഉണ്ട് ഈ മാസം. അപ്പോൾ അത്രയും നല്ലൊരു പവർഫുള്ളായ എനർജിയാണ് നിങ്ങൾക്ക് ഈ മാസം. അത് എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ആവട്ടെ. ഒരുപാട് സന്തോഷം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.